രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ GSTയിൽ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് 40 ദിവസത്തിനുള്ളിലാക്കും ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. വേണ്ടി ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ടാക്കും. ആ ഒരു കറണ്ട് അക്കൗണ്ട് ഇതിൽ ആഡ് ചെയ്ത് വെക്കും GSTയുടെ സൈറ്റിൽ. എന്നിട്ട് എന്ത് ചെയ്യും, ഒരുപാട് സെയിൽ നടക്കും. എന്നിട്ട് കറണ്ട് അക്കൗണ്ടിൽ കാണിക്കുന്നത് മാത്രം എന്ത് ചെയ്യും, GSTയിൽ കാണിക്കും. ബാക്കിയുള്ളതൊക്കെ അവരുടെ പേഴ്സണൽ സേവിങ്സ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, എമൗണ്ട് ട്രാൻസ്ഫർ ആക്കും. എന്നിട്ട് ആ ഒരു എമൗണ്ട് കാണിക്കാതിരിക്കും. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ്, ഇത് കറണ്ട് അക്കൗണ്ടിൽ കാണിച്ചതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, മറ്റേതിൻ്റെ സേവിങ്സ് അല്ലേ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ എടുക്കുന്ന അതായത് ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ അവരുടെ പാൻ കാർഡ് വെച്ചിട്ടാണ് അവർ എടുക്കുന്നത്. അപ്പോൾ ആ പാൻ കാർഡ് വെച്ചിട്ട് എടുത്ത കറണ്ട് അക്കൗണ്ടും ആ പാൻ കാർഡ് വെച്ചിട്ട് എടുത്ത സേവിങ്സ് അക്കൗണ്ട് രണ്ടും ഒരേ എഫക്റ്റാണ്. ഏതൊരു ഇൻകം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കാണിച്ചുകൊണ്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ GSTയിലും ആ എമൗണ്ട് കാണിക്കണം സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ. അത് വന്നത് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും ഇതാണെങ്കിലും ഒരേ പാൻ കാർഡിൻ്റെ ഇതിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത് എന്ത് ചെയ്യണം, കാണിക്കൽ നിർബന്ധിതമാണ്.